ഗൈസ് വ്ളോഗ്സ് ഓഫ് 90s പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിക്കാൻ പോകണം വെച്ച് ചായ കുടിക്കല്ല, ഡിന്നർ ചായക്കടയിലേക്കാണ് നമ്മള് ചായക്കടയിൽ ചായ കുടിക്കാറോ? ചായക്കടയിലേക്കാണ് നമ്മള് ചായക്കട കടയുടെ പേര്. സ്ഥലം ബഹ്റൈനില് ഉദൈബിയ. അത് പറയാൻ കൂട്ടായി. നമ്മളിപ്പോ ബഹ്റൈനിലല്ലേ നമ്മളിവിടെ. ചായക്കടനെ വെച്ചിട്ട് എന്താ അവസ്ഥ ഇവിടെ ഈ നേരത്ത്? ഈ നേരത്ത് വേറൊന്നും ഇല്ലല്ലോ, ചായക്കട ഉണ്ടാവും, പിന്നെ ഗ്രില്ല് ഷോപ്പ് വയ്ക്കണം, പിന്നെ മന്തി ഉണ്ടാവും. ഇതിനെക്കാട്ടും നല്ല നാടൻ ഭക്ഷണം, നമ്മളെ നാട്ടിലത്തെ സ്റ്റൈല് സാധനം കിട്ടും. ഇപ്പൊ സമയം വന്നിട്ട് ഇതാ 1 മണി. ഈ നേരത്ത് ഇവരൊക്കെ ഉള്ളേ അതേ പോയി. ഇവിടുത്തെ മെയിൻ സ്ഥലങ്ങളാണ് മനാമയ്ക്ക് പോണ റോഡ്. ഈ രണ്ട് സൈഡ്, ഈ സൈഡും ഈ സൈഡും കടലാണ് കേട്ടോ. മനാമ ഡിപ്ലോമാറ്റ് ഏരിയ, അതിന്റെ ക്യാപിറ്റലാണ് മനാമ. അതിലൂടെയാണ് നമ്മൾ പോവുക. അന്ന് വെള്ളി വീക്കെൻഡാണ് ഇവിടെ. എല്ലാവരും ഈ ഏരിയയിൽ ഉണ്ടാവില്ല. ഇവിടെ ജുഫൈർ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഭാഗത്തേക്കായിരിക്കും കൂടുതൽ ആൾക്കാരുണ്ടാവും. അതാണ് ഈ പോണ ഭാഗത്തൊന്നും ആൾക്കാരില്ലാത്തത്. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. ഒരു ദിവസം ഓരോന്നും ഇങ്ങനെ മെല്ലെ മെല്ലെ കാണിക്കാം കേട്ടോ. അമ്പരച്ചുംബികളെ കുറെ കെട്ടിടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്ഥലത്തിന്റെ പേര് ഉദൈബിയ. ഇവിടെ എന്ന് പറഞ്ഞ പ്രത്യേകത പറഞ്ഞാൽ ഇടക്കിടക്ക് പെട്രോൾ പമ്പുകൾ കാണാം. പെട്രോൾ പമ്പ് ഉണ്ടാവും. സിഗ്നലുകൾ കണ്ടില്ലേ, മുട്ടിന് സിഗ്നലാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഏറെക്കുറെ എത്താറായി. നമ്മൾ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടാ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഉദൈബിയയുടെ ഒരു വശമാണിത്. അത് വെറുതെ പറഞ്ഞല്ലോ, അവിടെ കാണുന്നിടത്തൊക്കെ പെട്രോൾ പമ്പാണ്. ഒരുത്തവിടെ എക്സസൈസ് ചെയ്യണം. ചലഞ്ചാണ്, പുള്ളപ്പ് ചലഞ്ച്. അതിന്റെ ട്രെൻഡിങ് അല്ലേ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ അടച്ച് നേരം ആവത്തില്ല. അതാകുമ്പോ നമ്മൾക്ക് ഇവിടെ കൂടി നേരത്തെ കിട്ടുക ചായക്കട, അതുപോലെ കുറച്ച് മന്തിക്കടകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ മച്ചിലിയുണ്ട്. കരിമ്പ് ജ്യൂസ് ഉണ്ട്. കരിമ്പ് കിട്ടും അവിടെ ഉണ്ട്. കരിമ്പ് ഉണ്ട്. ഗുലാൻ തട്ടുകട. മച്ചിലി കുറച്ചാ. മച്ചിലി ഹൈദരാബാദിലെ സ്റ്റൈല്. ഹൈദരാബാദ് തന്നെയല്ലേ? കാസർഗോഡ്, കർണാടക, കാസർഗോഡ്. മച്ചിലി ഇത് ഇവിടെ വന്നിരുന്നു നമ്മൾ കുറച്ച് മുമ്പ്. ഇത് പപ്പട ഇവിടെ കണ്ടോ? അവിടെ മലയാളം എഴുതിയെന്നൊക്കെ തോന്നുന്നു. ഇത് ഇന്ത്യൻ ക്ലബ്ബ്. ഇതൊക്കെ നമ്മൾ രാവിലെ കാണിച്ചു തരട്ടെ. നമ്മളിങ്ങനെ ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ്. ഇന്ത്യൻ ക്ലബ്ബ്, ബഹ്റൈൻ്റെ ഇന്ത്യൻ ക്ലബ്ബ് എല്ലാം റെസ്റ്റോറന്റ്. അത് വരണേ പ്യൂർ വെജ്. ഇവിടെ വേറെ ആദ്യം എന്തോ പേരുള്ള സാധനമായിരുന്നു. അല്ല, പേര് വേറെ ഒന്നുമില്ലായിരുന്നു നമ്മളന്ന് വന്നപ്പോ. പഴയ ഓപ്പണായാ ഇല്ലല്ലോ? ആയാ കുറച്ചായി ഇപ്പൊ ഓപ്പണാക്കുള്ള പരിപാടി. രാവിലെ പോണം. രാവിലെ പോയി കഴിഞ്ഞാൽ നല്ല മറ്റേ ദോശ, ഇഡ്ഡലി, സാമ്പാർ, ഈ പൂരിയും അതൊക്കെ ഇവിടുത്തെ ഒരു എന്റർടൈൻമെന്റ് ഉണ്ടോ. ഇതാണ് പഴയ ചായക്കട. പൂരിയും
കേൾക്കാന്ന് കേൾക്കാം. നോർത്ത് ഇന്ത്യൻ പറഞ്ഞപ്പോ നമ്മൾ കുറച്ച് കേട്ടിരിക്കണം. കുറച്ച് നോർത്ത് ഇന്ത്യൻ കഥകൾ. നോർത്ത് ഇന്ത്യ പോയി കഴിഞ്ഞാൽ പ്യൂർ വെജ് നമുക്ക് കഴിക്കാൻ പറ്റും. വേറെ നമ്മൾ കഴിക്കൂല. ഭാഷ എന്താ പറയണ്ട്? അത് തിരിഞ്ഞു നടന്നു കാർ വെച്ചിട്ട്. അപ്പൊ അതാ ഒരു കാഴ്ച കണ്ടു. ഓണസദ്യ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഐറ്റംസ് എല്ലാം ഉണ്ട്. കൈ കഴുകിട്ടാവും ബാക്കിയില്ല. എല്ലാം കിട്ടുമല്ലോ. പൊറോട്ട വേണ്ടേ? പൊറോട്ട വേണോ? 4 പൊറോട്ട. പൊറോട്ട, വെള്ളപ്പം, 4 വെള്ളപ്പം. 4 വെള്ളം വയ്യ. വാഴൊന്നും പോരാ. 8 വെള്ളപ്പം. 4 പത്തില്. നമ്മൾ ഓർഡർ എടുക്കൽ അങ്ങനെയാണ്. ദോശക്കട പോയിട്ട് ഞെട്ടിയത്. ഇവനാണ് ഷാനിൽ. ഇവന്റെ സൗണ്ട് കേട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും അതെന്റെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ പറയണേ. ഒന്ന് പറഞ്ഞ മറ്റേ സാധനം വണ്ടി ആവട്ടെ കൊടുക്കത്തില്ല. ഇവിടെ ഇലയിലാണ് ഭക്ഷണം തരാം. നാട്ടിലത്തെ പോലെ തന്നെ. അടുത്ത പ്രാവശ്യം ഇവനെ കൂട്ടിട്ട് ഇവരെ കൂട്ടി വന്ന ഇലക്ക് വരെ പ്രശ്നം. നമ്മള് പാടിയ വച്ചാലാ എല്ലാ ഇലയും പാടും. ഒരു ഡിസൈൻ പുതിയതാ ഫിലോസഫി അങ്ങനെയാണോ? ഇവരിങ്ങനെ കാലുമ്പോ കേട്ടിച്ചിട്ട് ഇരിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ചിക്കൻ പൊരിച്ചു. ചിക്കൻ 65. ഇതെന്താ മറ്റേതിന്റെ പേരെന്താ? ഇത് വെള്ളപ്പം. ഇത് പത്തല്, നെയ്പത്തല്, വെള്ളപ്പം, പൊറോട്ട, ചിക്കൻ 65. ഫുഡ് അടിപൊളി. ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. പറത്തിട്ട ചിക്കൻ കൊടുത്തിട്ട് അവിടെ മെല്ലെ നെയ്യ് ഒരു പ്രശ്നമാണ്. വിവരമില്ലാത്ത ആരെ വന്നാൽ കയറി പോലെ. അതാണ് ഇപ്പോഴത്തെ ആരാ പത്തെന്ന് എടുത്തത്? ബാക്കി വീഡിയോ നമ്മുടെ നാട്ടിൽ നിന്നുള്ള വീഡിയോ എടുത്ത് വരും. നമ്മളടുത്ത് ഔട്ട് പോകുമ്പോൾ അടുത്ത വീഡിയോ ഇറക്കാം കേട്ടോ. ഓക്കെ, ബൈ. സൈനിങ് ഓഫ്. അടുത്ത പ്രാവശ്യം നമുക്ക് റെസ്റ്റോറൻറ്റ് കയറണം കേട്ടോ.